ഗെയ്സ്, നമ്മുടെ ഈ പൈനാപ്പിൾ വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റും. പൈനാപ്പിൾ തപ്പാച്ചെ. ഇതൊരു മെക്സിക്കൻ ഡ്രിങ്ക് ആണ്. അതുപോലെ ഹെൽത്തിയാണ്. ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് ശരീരം നല്ല തണുപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. കാരണം കുറച്ച് സാധനങ്ങൾ മതി, നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് ഈ പൈനാപ്പിൾ തപ്പാച്ചെ എന്ന് പറയുന്നത്. ഈ ഡ്രിങ്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതിൽ കളയാനായിട്ട് ഒന്നുമില്ല. പൈനാപ്പിളിൻ്റെ തൊലിയും തണ്ടും ഉൾപ്പെടെ എല്ലാം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാം. ശർക്കര, അതുപോലെ കുരുമുളക്, കുറച്ച് പട്ട, ഗ്രാമ്പു, ഒരു ഏലക്ക, ഇങ്ങനെ കുറച്ച് സ്പൈസസ്. സാധാരണയായി മധുരത്തിന് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്, പക്ഷെ നമ്മുടെ ഇവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര കുറച്ചുകൂടി ഹെൽത്തിയാണ്. ഇനി നമുക്ക് വേണ്ട നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു ബൗളാണ്. ഇതിലാണ് നമ്മൾ ഈ തപ്പാച്ച ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ബൗളിൽ നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. ഈ വെള്ളം നല്ല ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം. വെള്ളം ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് അതിനൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ആ വെള്ളം നല്ല ശുദ്ധിയുള്ള വെള്ളമായിട്ട് മാറും. ഈ വെള്ളത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയും വേണം. ഞാൻ ഒന്നുകൂടി പറയാം, ഇതിൽ ചേർക്കുന്നത് ബ്രൗൺ ഷുഗറാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. പക്ഷെ ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കാരണം ശർക്കര നമുക്ക് ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല, പക്ഷേ ശർക്കര നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ശർക്കര എടുത്തിരിക്കുന്നു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ് ബൗളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളെല്ലാം ഫില്ല് ചെയ്തെടുക്കുക. പൈനാപ്പിളിൻ്റെ തോട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി നമുക്ക് ആ ഡ്രിങ്കിനൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളതിൻ്റെ തോടെല്ലാം യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, അതുപോലെ ഏലക്ക, കുരുമുളക്, ഈ സ്പൈസസ് എല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച ആ ശർക്കര പാനിയെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മാക്സിമം ഫില്ലാവുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് അതിനെ ഫിൽ ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ദഹനം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇഞ്ചി കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കെട്ടി വെക്കണം. ഈ കെട്ടുന്ന കോട്ടൺ തുണി നല്ല വൃത്തിയുള്ളതായിരിക്കണം. ഇങ്ങനെ കെട്ടി ഒരു ദിവസം ഇതിനെ മാറ്റി വെക്കുക. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം എടുത്ത് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ക്ലോത്ത് അഴിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ ഫ്രൂട്ട്സ് എല്ലാം ഒരു കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് അത് ഫെർമെൻ്റ് ആയിട്ട് ഇരിക്കുന്ന കാണാൻ പറ്റും. ഇത് നമ്മൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ റിയാക്ഷൻ നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ കാണാൻ പറ്റും കുമ്മള പോലെ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അതിനർത്ഥം ഇത് ഓക്കെ റെഡി ആയെന്നാണ് ഇതിനർത്ഥം. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഒരു പാത്രത്തിൽ കട്ടാക്കിയിട്ട് ഇതിനെ ഇനി നമ്മൾ അരിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളം മാത്രം അരിച്ചെടുക്കണം. ബാക്കി നമുക്കിത് വേസ്റ്റാണ്. ഇത് ഫെർമെൻ്റ് ആയി കഴിഞ്ഞ് ബാക്കിയുള്ളത് വേസ്റ്റാണ്. ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് ഒരു ബൗളിലോ ഒരു കുപ്പിയിലോ എന്തെങ്കിലും ആക്കി അടച്ച് വീണ്ടും നല്ല ഭദ്രമായിട്ട് അടച്ച് നമുക്ക് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ സൂക്ഷിക്കാം. എന്നിട്ട് കുറേശ്ശെ നമ്മൾ ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ച് നമുക്ക് കുടിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെ കൂടെ ആണെങ്കിലും മിക്സ് ചെയ്ത് കുടിക്കാം. 7 അപ്പിൻ്റെ കൂടെയോ എന്തിൻ്റെ